ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു ഇവിടെ ഒരു ചർച്ചിൽ നമ്മളൊരു ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, പൊതുവേ നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലും എവിടെ ആയിക്കോട്ടെ നമ്മളെല്ലാം ഫേസ് ചെയ്യുന്നൊരു വലിയൊരു പ്രശ്നമാണ്. അതാണ് വർക്ക് ലൈഫ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം ഇത് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ വളരെ ജനറൽ ആയിരിക്കും. ഇപ്പം ഈ ടോപ്പിക്ക് വളരെ വലിയ ടോപ്പിക്കാണെന്ന് പറയാൻ കാരണം അനേകമുണ്ട്. ഇപ്പം നമുക്ക് ഈ വർക്ക് ലൈഫ് സ്ട്രെസ് മാനേജ്മെൻറ്റ് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു വലിയ അഗാധമായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടും. ഈ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ജോലിയില്ലേ, ഈ ജോലി പലർക്കും പലതായിരിക്കും. ചിലർക്ക് ഫുൾ ടൈം ജോലി കാണും, ചിലർക്ക് പാർട്ട് ടൈം ജോലി കാണും, ചിലർ ഓൺട്രപ്രൈനേഴ്സ് ആയിരിക്കും, ചിലർ ബിസിനസ്സിൽ കാണും, ചിലർ റീസെൻ്റ്ലി എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങിയവർ കാണും, ഇന്നോവേറ്റേഴ്സ് കാണും. ആരുമായിക്കോട്ടെ, അതിനെയാണ് നമ്മളൊരു വർക്ക് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് വർക്കിനെ കാണാം. ഒന്ന്, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പം നമുക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് എന്ത് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ ജോലി ചെയ്താൽ എനിക്ക് സാലറി കിട്ടുന്നു. വേറൊരു രീതി പറയുവാണെങ്കിൽ, ഞാൻ ജോലി ചെയ്യുന്നു പക്ഷേ എനിക്കൊന്നും കിട്ടുന്നില്ല. അതായിരിക്കും വർക്ക്. ബേസിക്കലി നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, കാര്യം നമുക്ക് സർവൈവ് ചെയ്യാൻ പൈസ വേണ്ടല്ലേ. അതിനാണ് നമ്മൾ ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് എന്താണ്? രണ്ടാമത്തെ, ലൈഫ്. ഈ ലൈഫ് എന്ന് പറയുന്നത് ഇത് അടുത്ത് വലിയൊരു ടോപ്പിക്കാണ്, പക്ഷെ അതിന് നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ലൈഫ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ലൈഫ് സ്റ്റേജുകൾ നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഒരു ശിശുവായിരിക്കാം, പിന്നെ കുട്ടിയാവും, പിന്നെ യുവത്വത്തിലേക്ക് പോകും, പിന്നെ നമ്മൾ കല്യാണം കഴിക്കും, പിന്നെ നമ്മൾ കല്യാണം കഴിച്ചാൽ ചിലപ്പം ഗ്രാൻഡ് പേരൻസ് ആവും. അങ്ങനെ നമ്മൾ പല രീതിയിലുള്ള ലൈഫ് സെക്ടേഴ്സിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ കാരണം, ഈ ഒരു വീഡിയോ ജനറലി ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഈ വീഡിയോ ഒരുപക്ഷെ ചിലപ്പം ഒരു റീസെൻ്റ്ലി ഒരു ബിസിനസ് തുടങ്ങിയവർക്ക് സ്യൂട്ടബിൾ ആകുമായിരിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോ ചിലപ്പം റീസെൻ്റ്ലി മാരീഡ് ആയിട്ടുള്ളവർക്കായിരിക്കും ഉപകാരപ്പെടുന്നത്. എല്ലാ ടൈപ്പ് സെക്ടേഴ്സിലൂടെയും, അതായത് ലൈഫിൻ്റെ സെക്ടേഴ്സിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു ഗുണം വേണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഓക്കെ, ഒരു ജനറലൈസ്ഡ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇടാണ്. ഇതിന് ശേഷം നമ്മൾ പല വീഡിയോകൾ ഇടുന്നതായിരിക്കും, പക്ഷേ ഈ ഒരു വീഡിയോ തികച്ചും ജനറലായിരിക്കും. ഇപ്പം നമ്മൾ വർക്ക് എന്താണെന്ന് പഠിച്ചു, ലൈഫ് എന്താണെന്ന് പഠിച്ചു. ഇനിയാണ് സ്ട്രെസ് എന്താണ്? സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു അലാറമല്ലേ. എനിക്ക് ഇപ്പം ഞാൻ പറയുന്നതായിരിക്കില്ല നിങ്ങളുടെ ശരിയായിരിക്കില്ല എൻ്റെ ശരി. ഓക്കെ, ഓവറോൾ എനിക്ക് മനസ്സിലാകാൻ അനുസരിച്ച് സ്ട്രെസ് എന്ന് പറയുന്നത് എൻ്റെ ബോഡി എനിക്ക് തരുന്നൊരു അലാറമാണ്. എന്താണ് അലാറം? എൻ്റെ പേര് അരുൺ എന്നാണ്, നിങ്ങൾക്കറിയാം. അരുൺ ഓവറായിട്ട് ജോലി ചെയ്തല്ലേ. ജോലി ചെയ്യുമ്പോഴേക്കും ഓക്കെ, ഇപ്പം ബോഡി പറയുവാണ് യു നീഡ് ടു ടേക്ക് റെസ്റ്റ്. അരുണ, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്ക്, ഇനി മുന്നോട്ട് ജോലി ചെയ്യരുത്. ഇതൊന്നും ഞാൻ കേൾക്കുന്നില്ല. ഞാൻ ഇതൊന്നും കേൾക്കാതെ മുന്നോട്ട് പോകുവാണെങ്കിൽ ഞാൻ ടയേർഡ് ആവൂലേ, ഞാൻ ഓവർവെൽംഡ് ആവും. എന്നെക്കൊണ്ട് പറ്റില്ല. വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ എന്തായിരിക്കും, പപ്പ മമ്മി എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതായിരിക്കും ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, സ്ട്രെസ്സിൻ്റെ സിംറ്റംസ് അല്ലേ. അപ്പം സ്ട്രെസ് എന്താണെന്ന് ചെറുതായിട്ട് നിങ്ങൾ കണ്ടു. ഇനി മാനേജ്മെൻറ്റ്. എന്താണ് മാനേജ്മെൻറ്റ്? എങ്ങനെ നമുക്ക് ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം? എങ്ങനെ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ, ഓക്കെ, ഇങ്ങനൊരു കാര്യം നമ്മളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യും? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പനി വരുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യും? നിങ്ങൾ ആശുപത്രിയിൽ പോയി ടാബ്ലറ്റ്സ് എടുക്കൂലേ? അതുപോലെ നമ്മളെങ്ങനെ സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്യും? മാനേജ്മെൻറ്റ്. ഇപ്പോൾ വർക്ക് എന്താണെന്ന് പഠിച്ചു, ലൈഫ് എന്താണെന്ന് പഠിച്ചു, സ്ട്രെസ് എന്താണെന്ന് പഠിച്ചു, മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു, റൈറ്റ് ഗൈസ്? അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു, സ്ട്രെസ് എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആണെന്നല്ല അതിൻ്റെ അർത്ഥം. അത് തികച്ചും നമ്മുടെ ബോഡി നമുക്ക് തരുന്നൊരു അലാറമാണ്. ഇപ്പം ഇപ്പം എൻ്റെ ബോഡി എന്ന് പറയണു, അരുൺ നീ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നു, ഇത് മതി, നീ ഇനി റെസ്റ്റ് എടുക്കുക, എന്നാലാണ് എനിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ ബോഡി എന്നോട് പറയുവാണ്. എന്നാലാണ് എൻ്റെ ഹൃദയം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ, എൻ്റെ ബ്രെയിൻ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പം
പല കൂട്ടുകാരൊക്കെ നിങ്ങളുടെ കാണുമായിരിക്കും. അപ്പോൾ അവർ സ്ട്രെസ്സാന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു പക്ഷേ അവരെ കളിയാക്കുന്നതിന് പകരം അവർ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അവരെന്തൊക്കെയോ സിറ്റുവേഷനിൽ കടന്നു പോവുകയാണ്, എന്നെ കഴിയുന്ന എന്താണോ അത് ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ എൻ്റെ കൂട്ടിന് സ്ട്രെസ് എന്ന് പറയുമ്പോഴേക്കും നീ സ്ട്രെസ്, ഈ കുഞ്ഞു കാര്യത്തിൽ എന്താ സ്ട്രെസ് അടിക്കുന്നു പറയുമ്പം അവൻ ചെയ്യുന്ന ജോലി വലിയ കാര്യമല്ലായിരിക്കാം, പക്ഷേ ഈ സ്ട്രെസ് ഫാക്ടേഴ്സ് വരുന്നതെന്ന് വെച്ചാൽ ചിലപ്പം അവൻ്റെ ഫാമിലിയിൽ നിന്നായിരിക്കും, അവൻ്റെ ഫിനാൻഷ്യൽ ടൈറ്റ്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ഒരു കൈൻഡ് ഓഫ് ബ്രേക്കപ്പുകളായിരിക്കും. നമുക്കറിയത്തില്ല ഓരോരുത്തർക്കും എങ്ങനെയാണ് അവരുടെ മെയിൻ സ്ട്രെസ്സിലേക്ക് അവരുടെ സറൗണ്ടിങ്ങിലുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന്. അതിന് നമ്മൾ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയും. വലിയ കാര്യമായിട്ട് നമ്മൾ പോകുന്നില്ല, നമുക്ക് ചെറിയ ചെറിയ കാര്യത്തിലൂടെയൊക്കെ പഠിക്കാം. ഈവൻ ഇപ്പോഴല്ല ഈ സ്ട്രെസ്സ് കണ്ടുപിടിച്ചത്, മനുഷ്യനെന്നുണ്ടായോ അന്ന് ഈ സ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ മാതാപിതാക്കളും അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ, അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് ആരും ആയിക്കോട്ടെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ കപ്പ നടുക അല്ലേ. കപ്പ നടുമ്പോഴേക്കും കപ്പ നടുമ്പോഴും സ്ട്രെസ്സുണ്ട്, വലിയ കാര്യമൊന്നുമല്ല. ഒരു കമ്പെടുത്ത് കുത്തിവെച്ച് 9 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാം. പക്ഷെ അതുപോലെയല്ല ഇത് അല്ലേ. ഒരു കപ്പ നടുമ്പോഴേക്കും നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, പന്നിയുടെ ശല്യത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം, മുള്ളം പന്നിയുടെ ശല്യത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം, കോഴി വന്ന് ഇത് കുത്തിയ സമയത്ത് മാന്താതെ നോക്കണം, കള്ളന്മാരെടുത്തുകൊണ്ട് പോകാതെ നോക്കണം, വിൽക്കുമ്പോൾ നല്ല വില കിട്ടണം. എന്തോരം കാര്യങ്ങളല്ലേ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ കാലത്ത് അവർക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുമ്പോഴേക്കും നമുക്കറിയാം, നമ്മുടെ വല്യപ്പനും വല്യമ്മയൊക്കെ കുറേ നടക്കും, ജോലി ചെയ്യും, അവർ അതിലായിട്ടങ്ങ് ഇൻവോൾവ് ചെയ്യുവാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലല്ല നമുക്ക് സ്ട്രെസ് വരുന്നത്. നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ജോലിയിൽ നിന്നായിരിക്കും നമുക്ക് സ്ട്രെസ് വരുന്നത്, അല്ലെങ്കിൽ പല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് സ്ട്രെസ് വരുന്നത്. ഇങ്ങനെ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ബോഡി ഭയങ്കര ടയേർഡാവും. അതോടൊപ്പം തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ചെറിയ ചെറിയ സിക്നസ്സുകൾ, ലൈക്ക് ഹെഡ് ഏക്ക്, അല്ലെങ്കിൽ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർവെൽം ആവുക. നമ്മൾ എന്ത് പറയുമ്പോഴേക്കും ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയും ഒരുപാട് നമുക്ക് ചായ കുടിക്കാൻ പോകാം, അതിനെക്കൊണ്ട് പറ്റിയില്ല, എന്തോ ഫിസിക്കലി നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, എന്തോ ഒരു കാര്യം അവരെങ്ങ് പുള്ള് ചെയ്യുവാണ്, പുഷ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ പുള്ള് ചെയ്യുവാണ്. അതൊക്കെയാണ് നമ്മുടെ ബോഡി തരുന്നൊരു സയൻസാണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഉറക്കമില്ലായ്മ. നമുക്കിങ്ങനെ സ്ട്രെസ് ഫാക്ടേഴ്സ് നമ്മുടെ ബ്രെയിനിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വളരെ കുറവായിരിക്കും. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും നമുക്ക് പൂർണ്ണമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. സാധാരണ ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര എനർജി കാണുമല്ലേ, ഭയങ്കര മോട്ടിവേഷൻ കാണും, എന്തും ചെയ്യാനുള്ള കപ്പാസിറ്റി കാണും. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ട്രെസ് ഫാക്ടേഴ്സിൽ നമുക്ക് ഒരു പക്ഷേ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കിട്ടിയില്ല. തികച്ച് നമുക്ക് വീണ്ടും ഉറങ്ങുക, നമ്മുടെ ചിലപ്പോൾ രാത്രി 1 മണി തൊട്ട് 9 മണിക്ക് ഉറങ്ങുക, 9 തൊട്ട് 10 മണിക്ക് ഉറങ്ങുക, 10 തൊട്ട് 2 മണിക്ക് ഉറങ്ങുക, ഭയങ്കര സ്ലീപ്പിംഗ് പാറ്റേൺസൊക്കെ ഡിഫറൻസ് ആയിട്ട് വരും. വിശപ്പില്ലായ്മ, അങ്ങനെ പല രീതികളും അസോസിയേറ്റ് ആയിട്ടാണ്. ഇത് ജനറലായിട്ട് പറയണ കാരണം ഞാൻ ജനറലായിട്ട് പറഞ്ഞു വിടുവാണ്. നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബോഡി തരുന്നൊരു എന്താ പറയുക സൈഡ് എഫക്ട്സ്. ഇപ്പം ചിലവർ ചോദിക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഈ പൊക്കത്തേക്ക് ഇങ്ങനെ നോക്കുന്നതല്ലേ, പല കാര്യങ്ങളുണ്ട്. എനിക്ക് ക്ലയൻറ്റ് വരാനുണ്ട്, ക്ലയൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് അവിടെ കാണാൻ ക്ലയൻറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു സെക്ഷനുണ്ട്. ഡോൺ വറി, ഓക്കെ, നമ്മളിത് കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ സെക്ഷൻ ഏതായാലും അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് പോകണുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സൊക്കെ കാണും. ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് സ്ട്രെസ്സിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പം സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് കിട്ടിയില്ല, ഉറക്കം കിട്ടിയില്ല, പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒന്നും കിട്ടിയില്ല എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് എനിക്കും സ്ട്രെസ് വരും, നിങ്ങൾക്കും സ്ട്രെസ് വരും, എല്ലാവർക്കും സ്ട്രെസ് വരും. അവരവരുടേതായ രീതിയിൽ അത് മാനേജ് ചെയ്യുക. എങ്ങനെ മാനേജ് ചെയ്യാന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവണമെന്നില്ലേ. ഇതെനിക്ക് ശരിയായിരിക്കാം, നിങ്ങളുടെ ശരി വേറെ ആയിരിക്കാം. പക്ഷേ ബേസിക്കലി ഇതെല്ലാം ലീഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഇപ്പം സിമ്പിളായിട്ട് 2-3 ടെക്നിക്സുകൾ ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ, ഇങ്ങനെ സ്ട്രെസ്സൊക്കെ വരുമ്പോഴേക്കും ചെറിയ രീതിയിലൊക്കെ ബ്രീത്തിങ് ടെക്നിക്സ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇൻഹെയിൽ ചെയ്യണേ, ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, അപ്പോൾ അങ്ങനെ നന്നായിട്ട് ടൈം ഈ വീഡിയോ കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത. പക്ഷേ ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ ബ്രീത്തിങ് ടെക്നിക്സൊക്കെ
മാനേജ് ചെയ്യണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചെറിയ ബ്രേക്കുകൾ എടുക്കുക. എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും ചെറിയ ബ്രേക്കുകളൊക്കെ എടുത്ത് ആഹാരം കഴിക്കുക, നടക്കേണ്ടടുത്ത് നടക്കുക, സംസാരിക്കുക, ബ്രെയിനെ റിലാക്സ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു ഗോളെന്ന് പറയണത്. ചെറിയ ബ്രേക്ക് എടുത്ത് ബ്രെയിനിന്, നമ്മൾ ഈ തരിശു ഭൂമിയിലേക്ക് മഴ പെയ്യുന്ന ഒരു എഫക്റ്റ് വേണം നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് കിട്ടാൻ വേണ്ടി, സ്ട്രെസ്ഫുൾ ആവുന്ന സമയത്തെ. പിന്നെ ഡിജിറ്റൽ ബൗണ്ടറീസ് ഒക്കെ വയ്ക്കുക. എപ്പോഴും ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻസ്, എനിക്ക് അറിയുന്ന ഒരാളുണ്ട്, ചുമ്മാ എൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആൾക്ക് ടെൻഷനാണ്. എന്തോ സംഭവിക്കുന്നുണ്ട്, വാട്ട്സ് ഗോയിങ് ഓൺ, അല്ലെങ്കിൽ എൻ്റെ മിസ്സായോ. അപ്പം അത് അവരുടെ മനസ്സിലിങ്ങനെ കടന്ന് ഇങ്ങനെ അവരൊരു അലാറം പോലെ ആയിക്കഴിഞ്ഞത്. അപ്പം അങ്ങനെ ഡിജിറ്റൽ നോട്ടിഫിക്കേഷൻസിൽ ഓഫ് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, ഇങ്ങനെയുള്ള നല്ല നല്ല പ്ലാന്റുകളൊക്കെ നിങ്ങളുടെ വീട്ടിലും ഓഫീസിലൊക്കെ ഉണ്ട്, ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. എനിക്കിവിടെ കുറേ പ്ലാന്റ്സ് ഉണ്ട്, ഞാൻ വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഇവർക്ക് വെള്ളം കൊടുക്കുക, ഇവരെ കണ്ട് ആസ്വദിക്കുക. എന്തൊരു ഭംഗിയല്ലേ. പെട്ടെന്ന് ഓർക്കും പ്ലാസ്റ്റിക്കാണ്, പക്ഷേ പ്ലാസ്റ്റിക് അല്ല, ഒറിജിനലാണ്. ഓക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യുക, ഓടുക, എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെയുള്ള പല രീതിയിലുള്ള ബോഡി മൂവ്മെൻറ്റ്സുകളൊക്കെ നടത്തുക. അപ്പം ഇതൊക്കെയാണ് ചെറിയ രീതിയിലുള്ള നിങ്ങൾക്ക് സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സ്ട്രെസ്സുണ്ട്, അത് ശരിയാണ്, പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ എല്ലാവർക്കും പറ്റും. അതിനുള്ള സയൻറ്റിഫിക്കായിട്ട് നമുക്ക് കാണാം. ഈ പറഞ്ഞ പോലെയൊക്കെയാണ് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ സ്ട്രെസ്സ് വേണം. സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്സിങ് ആയിട്ടുള്ള ഫാക്ടർ അല്ലാതെ ഒരു ഗുഡ് സ്ട്രെസ്സാക്കി മാറ്റുക. ബാഡ് സ്ട്രെസ് അല്ല, ഗുഡ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് നമുക്ക് മോട്ടിവേഷനാണ്, ഇൻസ്പിറേഷനാണ്. നാളെ എനിക്ക് പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ ഞാൻ ഇന്നേ പ്രിപ്പയർ ചെയ്യണം, നാളെ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഗുഡ് സ്ട്രെസ് എടുക്കുക. ഓക്കെ, ഞാൻ ആ പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ എനിക്ക് കണ്ടൻറ്റ് വേണം, നോട്ടിഫിക്കേഷൻസ് വേണം, എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം വേണം, എൻ്റെ സോഷ്യൽ മീഡിയസ് ആക്റ്റീവ് ആക്കണം, എൻ്റെ ടീം റെഡി ആക്കണം. ഓക്കെ, അങ്ങനെ ആ ഒരു സ്ട്രെസ് എന്നുള്ള ഫാക്ടേഴ്സിനെ ഗുഡ് സ്ട്രെസ് ആക്കി എടുക്കുക, ഇൻസ്പിറേഷൻ ആക്കി എടുക്കുക, മോട്ടിവേഷൻ ആക്കി എടുക്കുക. അപ്പം ഞാൻ ഓൾമോസ്റ്റ് നമ്മുടെ സമയപരിധി കാരണം ഞാൻ ഇന്നത്തേക്ക് നിർത്തുവാണ്. ഒരു ബേസിക് ഇൻട്രൊഡക്ഷനും ഒരു ജനറലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, നമുക്ക് സമയമുണ്ട്, നമുക്ക് മീഡിയംസ് ഉണ്ട്. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഭയങ്കര താങ്ക്സ്. നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞത് ഭയങ്കര സന്തോഷം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയയ്ക്കുക. ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു സ്ട്രെസ്സിനെ കുറിച്ചുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് അറിയണമെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും നീഡായിട്ടുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ ഇത് വേണ്ടവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. എൻ്റെ ജോലിയാണ്. ഒരുപക്ഷെ കാണുന്നവർക്കും അങ്ങനെ ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇത് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെ നിങ്ങൾ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.